നമുക്ക് 35,000 കൊടുക്കാം. 35,000 വെറും 35,000 രൂപ. ക്വാളിറ്റി ഉള്ള വണ്ടി, കണ്ടീഷൻ വണ്ടി, പക്ക ഷോറൂം കണ്ടീഷൻ. എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രം ഈ വണ്ടി എടുത്താൽ മതി. കണ്ടീഷൻ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. എല്ലാം കൊള്ളാം. ഫോട്ടോ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ, എല്ലാം വർക്കിംഗ് ആണല്ലോ. അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിത് 99,000 രൂപ കൊടുക്കാം. ഫൈനൽ ഓഫർ പ്രൈസ് 2006 വെറും 79,000 രൂപ കൊടുക്കാം. 79,000 കൊടുക്കാം. ഹോണ്ട സിറ്റി വെറും 79,000 രൂപ. എത്ര കൊടുക്കാം? നമുക്ക് 1.75 കിട്ടിയ ഫൈനൽ കൊടുക്കാം. പുതിയ പേപ്പറും 5 വർഷം പേപ്പർ. വലിയ കുഴപ്പമില്ല. കണ്ടീഷൻ വേണ്ടി AC വർക്കിംഗ് ആണല്ലോ. എത്ര കൊടുക്കാം? നമുക്ക് 38 രൂപ കൊടുക്കാം ഫൈനൽ. 38 രൂപ. വെറും 39,000. പവർ സ്റ്റിയറിംഗ് AC. നമുക്ക് ഓണത്തിന് ഓഫറുമായിട്ട് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് സ്പെഷ്യൽ ഓഫർ. നമുക്ക് 99,000 രൂപ കൊടുക്കാം. 2006 ന്യൂ ഷേപ്പ് വാഗണർ, ക്വാളിറ്റി ഉള്ള വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കാട്ടാക്കട, ട്രിവാൻഡ്രം കാട്ടാക്കടയിലാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷൻ ഉണ്ട്. ലോ ബഡ്ജറ്റ് കാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ വണ്ടി എടുത്ത് പഠിക്കാനും ചെറിയ പൈസയ്ക്ക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കളക്ഷൻ ഉണ്ട്. മാരുതി ഓൾട്ടോ, മാരുതി 800, അതേപോലെ സെന്ന്, ഒരു ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷൻ ഉണ്ട്. നമ്മുടെ അടുത്ത് ജെറിംബ്രോണ്ട് വീഡിയോയിലോട്ട് സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞു. നമ്മൾ ഓണത്തിന് മുമ്പ് ജസ്റ്റ് വീഡിയോ ഞാൻ വിട്ടുപോയി. ജെറിംബ്രോയുടെ അമ്മ മരിച്ചു. കാരണം നമ്മൾ ആ ഒരു വീക്ക് ഓണാഘോഷ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഷോപ്പും അവധിയായിരുന്നല്ലോ, ഒരാഴ്ചയോളം അവധിയായിരുന്നു. അപ്പം വീണ്ടും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ബ്രോ, നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷം? 2010 മുതലാണ്. 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലോ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അവർ അതുമായിട്ട് RTO വർക്കുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടിയുടെ പേര് മാറാനായാലും അതേപോലെ റീടെസ്റ്റ് കാര്യങ്ങൾ, ഇൻഷുറൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ പറയാം, തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. വെറുതെ ഓടിച്ച് പഠിക്കാനും അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു വണ്ടിയല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2001 അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. വണ്ടി ഓടിക്കാനും പെർഫെക്റ്റ് ആണ്, നല്ല കണ്ടീഷനാണ്. എഞ്ചിൻ കണ്ടീഷൻ പെർഫെക്റ്റ് ആണ്. അതെ, ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഒരു സൈഡിൽ, വേറെ ബോഡി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എടുത്ത് ഓടിച്ച് പഠിക്കാനൊക്കെ പറ്റിയ വണ്ടിയല്ലേ? അതെ അതെ. ടയറൊക്കെ ഒരു 70% ടയറുണ്ട് കേട്ടോ. സ്ക്രാച്ചസ് ഉണ്ട് സൈഡിൽ. ഇന്ത്യയിൽ നോക്കുമ്പോൾ സീറ്റ് വർക്ക് ഉണ്ട്, പക്ഷെ വൃത്തിയുണ്ടല്ലോ. നല്ല വണ്ടി, ഓടിക്കാനും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ടയർ നാലും കൊള്ളാം. ബോഡി ചെറിയ സ്ക്രാച്ചസ് ഉണ്ടെന്നേ ഉള്ളൂ. ചെറിയ സ്ക്രാച്ചേ ഉള്ളൂ, പക്ഷെ മെക്കാനിക് കണ്ടീഷൻ നീറ്റ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്, ഒരു കുഴപ്പമില്ല. എത്ര കൊടുക്കാം നമുക്ക്? 35,000 രൂപ കൊടുക്കാം. 35,000, വെറും 35,000 രൂപ. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ സിംഗ് തന്നെയാണ്. പവർ സ്റ്റിയറിംഗ് AC വരുന്ന വണ്ടിയാണ്. AC പെർഫെക്റ്റ് കണ്ടീഷനാണ്. മോഡലോ? 2000 മോഡൽ. സിംഗിൾ ഓണർ, ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. വണ്ടി ബോഡി ഒരു കുഴപ്പമില്ല, ഡെന്റ് സ്ക്രാച്ചസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. ടെസ്റ്റ് ഈ വർഷം അവസാനം വരുന്നുണ്ട്. എപ്പോഴാണ് വരുന്നത്? ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണോ? സീറ്റ് വർക്ക് ഉണ്ട്, നല്ല വൃത്തിയായിരിപ്പുണ്ട്. ഒരു JVC സീറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷേ അവന് കൊള്ളാമല്ലേ? വലിയ കുഴപ്പമില്ല. കണ്ടീഷൻ വണ്ടി. AC വർക്കിംഗ് ആണല്ലോ. എത്ര കൊടുക്കാം? 38 രൂപ കൊടുക്കാം ഫൈനൽ. 38 രൂപ. ഓക്കെ. സ്പാർക്ക് ഓഫർ കൊടുക്കാൻ പറ്റിയ വണ്ടിയല്ലേ? ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടി. എങ്ങനെ? 2010 സെക്കൻഡ് ഓണർ ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം, ബോഡി കൊള്ളാം. ബോഡി ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അവിടെ ആയിട്ട്. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ടല്ലേ? അതെ. വേറെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണോ? ആണ്. AC വർക്കിംഗ് ആണോ? ആണ്. ഓക്കെ. ഇന്ത്യയിലെ സീറ്റ് ഫാബ്രിക് ആണ്, ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ഓക്കെ. സ്പാർക്ക് നമുക്ക് എത്ര കൊടുക്കാം ഓഫർ പ്രൈസിന്? നമുക്കിത് 39,000 രൂപ കൊടുക്കാം. 2010 സ്പാർക്ക് പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി, വെറും 39,000. പവർ സ്റ്റിയറിംഗ് AC. നമുക്ക് ഓണത്തിന് ഓഫറുമായിട്ട് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് സ്പെഷ്യൽ ഓഫർ. അപ്പോൾ അടുത്ത വേണ്ടി സാൻഡ്രോ ഓഫർ പ്രൈസ് കൊടുക്കാൻ പറ്റില്ല? ഓഫറിൽ കൊടുക്കാം. സാൻഡ്രോ സിപ്പ് ആണ്. 28 വരെ പേപ്പർ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് AC, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് വണ്ടിക്ക്. ഓക്കെ. മോഡലോ? 2000 മോഡലാണ്. 2000 മോഡൽ നവംബർ വണ്ടി. ഓക്കെ. ഇപ്പോൾ നിലവിൽ 22 പേപ്പർ ഉണ്ടല്ലേ? അതെ. അപ്പോൾ 22 പേപ്പറുള്ള വണ്ടി എടുത്തിട്ട് നമ്മൾ പൊളിക്കാൻ കൊടുത്താൽ നഷ്ടമില്ല. അതെ അതെ കൊടുക്കാം. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ ഓടിക്കാൻ ഓക്കെയാണ്. നിലവിൽ വേറെ എഞ്ചിനൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം ആയിട്ടുള്ളൂ. ഇന്ത്യയുടെ കണ്ടീഷൻ, സീറ്റ് വർക്ക് ഉണ്ട്, പക്ഷേ ആവറേജ് ക്വാളിറ്റിയാണ്. ബ്രോ, വണ്ടി എടുത്ത് ഓടാൻ വലിയ വിഷയമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഫാമിലി യൂസ് ആണ്. നമ്മുടെ ഇവിടെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഓക്കെ. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ എത്ര കൊടുക്കാം നമുക്ക്? നമുക്കൊരു 35,000 രൂപ ഫൈനൽ കൊടുക്കാം. 35,000 രൂപ. 28 വരെ പേപ്പറുള്ള വണ്ടി. അതെ. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. 2006 ഹോണ്ട സിറ്റി ആണ്. അത്യാവശ്യം ഒരു സെഡാൻ ടൈപ്പ് ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുത്ത് ഉപയോഗിക്കാം. മെക്കാനിക് കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഹോണ്ട സിറ്റി ഒരു സെഡാൻ വണ്ടി. ഓക്കെ. വണ്ടി ബോഡി ക്വാളിറ്റി വലിയ കുഴപ്പമില്ല, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഓക്കെ. ഇത് നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടി അല്ലേ? അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. വലിയ കുഴപ്പമില്ല. വണ്ടി സർവീസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വാഷ് ചെയ്ത് ക്ലിയർ ആക്കാനുണ്ട്. ഇന്ത്യയിൽ നോക്കുമ്പോൾ സീറ്റ് വർക്ക് ഉണ്ട്, കുഴപ്പമില്ല. AC വർക്കിംഗ് ആണല്ലോ? ആണ്. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ലല്ലോ?
അപ്പം അല്ല AC നോക്കേണ്ടി വരും കേട്ടോ. AC കംഫർട്ടബിൾ അല്ല. നമ്മൾ ഈ ഒരു കണ്ടീഷനിലാണ് പറയുന്നത്. വളരെ വില കുറച്ച് കൊടുക്കാം, ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അങ്ങനെയാണ്. നമുക്ക് വെറും 79,000 രൂപ കൊടുക്കാം. 79,000 കൊടുക്കാം. ഹോണ്ട സിറ്റി വെറും 79,000 രൂപ. 2006 ഓക്കെയാണോ? ധൈര്യമായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. മെക്കാനിക് കണ്ടീഷനും കൊള്ളാം, ടയർ കണ്ടീഷനും കുഴപ്പമില്ല, ആവറേജ് ഉണ്ട്, അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നും ഒരു വിഷയമില്ല. അടുത്ത വേണ്ടി വാഗണർ. വണ്ടി നീറ്റാണ്, മെക്കാനിക്കലി 2006 ആണ്. 26 വരെ പേപ്പർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്, AC വർക്കിംഗ് ആണ്. ബോഡി നീറ്റ് ആണല്ലേ, സ്ക്രാച്ചസ് ഒന്നുമില്ല? ഇല്ല ഇല്ല, നീറ്റ് കണ്ടീഷൻ ആണ് കേട്ടോ. മൈന്യൂട്ട് സ്ക്രാച്ചസ് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. ഓക്കെ, LX വേരിയൻ്റ് അല്ലേ? ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. ഇന്ത്യയിൽ നോക്കുമ്പോൾ സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, വൃത്തിയുണ്ട്. പക്ഷെ നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ വണ്ടി? AC യും പവർ സ്റ്റിയറിംഗ് മാത്രം, ഓർമ്മ വരുന്നില്ലല്ലോ? ഇല്ല ഇല്ല. 2006 എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 99,000 രൂപ കൊടുക്കാം. 2006 ന്യൂ ഷേപ്പ് വാഗണർ, ക്വാളിറ്റി ഉള്ള വണ്ടി, കണ്ടീഷൻ വണ്ടി, എഞ്ചിനൊക്കെ പക്കയാണ്, AC വർക്കിംഗ് ആണല്ലോ. അതെ. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2006 ആണ്, 26 വരെ പേപ്പർ ഉള്ള വണ്ടി. ഓക്കെ, ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്, പെട്രോൾ. ഏതാ വേരിയന്റ്? VXI ആണോ? VXI വേരിയന്റ് അല്ലേ? VXI. VXI. ഓക്കെ, വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി കൊള്ളാം, മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഇതിൻ്റെ കണ്ടീഷൻ നീറ്റാണ്, സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ പഴക്കത്തിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് കിലോമീറ്റർ എത്രയുണ്ട് വണ്ടിയുടെ? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ല, ഓടിക്കാൻ മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ, എല്ലാം വർക്കിംഗ് ആണല്ലോ. അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിത് 99,000 രൂപ കൊടുക്കാം, ഫൈനൽ ഓഫർ പ്രൈസ്. 2006 വണ്ടി. 2006. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി റിറ്റ്സ് 2010 ആണ്. ഓക്കെ, VXI ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് 3rd ആയിട്ടുണ്ട്. കിലോമീറ്ററോ? വണ്ടി നിലവിൽ പുതിയ പേപ്പറാണ്. ഇപ്പോൾ 30 വരെ പേപ്പർ ഉണ്ടോ? VXI വേരിയന്റ്. ബ്രോ കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ 1 lakh അടുപ്പിച്ച് ഓടി. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ വൃത്തിയുണ്ട് ഇവിടെ, കുഴപ്പമില്ല. ഒരു സോണിയുടെ സീറ്റ് ഇരിപ്പുണ്ട്. 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. ടയർ കണ്ടീഷൻ ടയറിന് ഒരു 70% ടയർ ഉണ്ട്. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ ആണോ? എത്ര കൊടുക്കാം? നമുക്ക് 1.75 കിട്ടിയ ഫൈനൽ കൊടുക്കാം, പുതിയ പേപ്പറും 5 വർഷം പേപ്പർ. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800. 2001 ആണ്. ഓക്കെ, വണ്ടി കൊള്ളാം, ഓടിക്കാനും കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ്, മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. ഓക്കെ, 2001 കാർബേറ്റർ അല്ലേ? കാർബേറ്റർ. ഓക്കെ, ബോഡി കണ്ടീഷൻ വലിയ കുഴപ്പമില്ല അല്ലേ? അതെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് അതിൻ്റെ? വണ്ടി മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്, വണ്ടി കുഴപ്പമൊന്നുമില്ല. സീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എടുത്ത് പഠിക്കാൻ കണക്കിന് ആ ഒരു പ്രതീക്ഷ മതി അല്ലേ? അതെ അതെ. ചെറിയ പെയിന്റ് ഫെയ്ഡ് ഉണ്ട് അവിടെ. അത്യാവശ്യം 1 വർഷം പേപ്പർ ഉണ്ട്. 26 എടുത്തിട്ട് നമ്മളിപ്പം എടുത്തിട്ട് കൊടുത്താലും ആ ഒരു അതെ അതെ നഷ്ടമില്ലാതെ കിട്ടുമല്ലോ. എത്രയും കൊടുക്കാം? 38 രൂപ കൊടുക്കാം. 38 രൂപ. ബ്രോ സെന്ന് ഇപ്പം എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2005 ആണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പുതിയ പേപ്പർ ആക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 5 വണ്ടി ടെസ്റ്റിന് സമയമായില്ലേ? അതെ അതെ. ഓക്കെ, പുതിയ ടാക്സ്, ഇൻഷുറൻസ്, റീടെസ്റ്റ് എല്ലാം വരുന്നുണ്ട്. വേരിയന്റ് VXI ആണോ? VXI. ഓക്കെ, ഇതിനകത്ത് 2 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലേ? അതെ അതെ. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. MBFI വണ്ടിയല്ലേ? MBFI. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വണ്ടി ഒരു ടെസ്റ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? അതെല്ലാം ചെയ്ത് കൊടുക്കും, ക്ലിയർ ആയി കൊടുക്കും. ടെസ്റ്റ് ക്ലിയർ ആയി കൊടുക്കും. എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? 90 രൂപ കൊടുക്കാം. 90 രൂപ. അടുത്ത 5 വണ്ടി 5 വർഷം പേപ്പർ ആക്കി. കാരണം ഇപ്പോൾ റീടെസ്റ്റിനെല്ലാം എമൗണ്ട് കൂടിയല്ലോ, നല്ല ടെസ്റ്റിംഗ് ഫീസ് കൂട്ടി, അതുപോലെ ടാക്സ് കൂടി, അപ്പം അത്യാവശ്യം പേയ്മെന്റ് പൈസ ആവും. ഇപ്പോൾ 90 രൂപ കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഷവർലെ ടവേര 7 സീറ്റർ ആണ്. വണ്ടി 2nd ഓണർ ആണ്. സിംഗിൾ ഓണറിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. പക്ഷെ 43,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. വണ്ടി കണ്ടീഷൻ ക്വാളിറ്റി ഉള്ള വണ്ടി, കണ്ടീഷൻ വണ്ടി പക്ക ഷോറൂം കണ്ടീഷൻ. എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രം ഈ വണ്ടി എടുത്താൽ മതി. കണ്ടീഷൻ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, വണ്ടി ബോഡി ക്വാളിറ്റി നീറ്റാണ് കേട്ടോ കാണുന്നത്. സ്ക്രാച്ചോ ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്റീരിയർ കണ്ടറിയാം, ജെനുവിൻ കിലോമീറ്റർ ആണ്. അത്രയും ലോ കിലോമീറ്റർ ഒരു വണ്ടി വന്നിട്ടില്ല. സത്യം, കണ്ടീഷൻ വണ്ടി കേട്ടോ, പറയാതിരിക്കാൻ പറഞ്ഞില്ല. ഈ വണ്ടി നമ്മൾ യാത്ര ചെയ്ത് നോക്കിയാണ് അതല്ലേ? എഞ്ചിന് സൗണ്ട് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ്. നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാമോ ജസ്റ്റ് ഒന്ന്? പിന്നെന്ത് സൗണ്ട് അങ്ങനെ ഒന്നുമില്ല അല്ലേ? നീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ 43,000 കിലോമീറ്റർ അല്ലേ? അതെ. വണ്ടി സ്റ്റാർട്ട് ആണെന്ന് അറിയില്ല, അത്രയ്ക്ക് സൈലന്റ് ആണ്.
ജെനുവിൻ കിലോമീറ്റർ ആണല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഒന്ന് കൺഫേം ആക്കി എടുക്കാം. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ എങ്ങനെ നമ്മുടെ വില വരുന്നത്? 2,75,000 രൂപ കൊടുക്കാം. 75. 2008, 28 വരെ പേപ്പറുള്ള വണ്ടി. പക്ഷേ കണ്ടീഷൻ വണ്ടിയല്ലേ? ധൈര്യമായിട്ട് എടുക്കാം. ക്ലീൻ വണ്ടിയല്ലേ? ആ. അപ്പോൾ അടുത്ത വേണ്ടി സ്വിഫ്റ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2014 VXI ആണ്. 3rd ഓണർ ആയിട്ടുണ്ട്. വണ്ടി കൊള്ളാം. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. മോഡൽ 2014. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 78,000. ഓക്കെ. വണ്ടി വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. VXI വേരിയൻറ്റ് സ്വിഫ്റ്റ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. വേറെ മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ലല്ലോ ബ്രോ? ഇല്ല. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വരെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. VXI ആണ്. 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, ടാക്കോമീറ്റർ, ആൻഡ്രോയിഡ് സീരിയൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കിതൊരു 3,75,000 രൂപ ഫൈനൽ കൊടുക്കാം. 3,75. ആ. ലോൺ എത്ര കയറും? ഒരു 3,400-3,000 രൂപ ലോണും കിട്ടും. ശരി, അടുത്തോണ്ട് നോക്കാം. ആ, അതെ അതെ അതെ. ഓഫർ കൊടുക്കാൻ പറ്റിയ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് അപ്ഡേഷൻ കൊടുക്കാം. ആ, ഓക്കെ.